ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1-ാം ക്ലാസ്സിൻ്റെ മലയാളത്തിലെ 9ാമത്തെ പാഠമാണ് കേട്ടോ. പാഠത്തിൻ്റെ പേര് വീട് കെട്ടണം ടിയാ ടിയാ. അപ്പോൾ ഇതൊരു കുഞ്ഞു പാട്ടാണ്. അപ്പോൾ നമുക്കൊന്ന് പാടി നോക്കാം. വീട് കെട്ടണം ടിയാ ടിയാ, പുല്ല് വെട്ടണം ടിയാ ടിയാ, തൂണ് നാട്ടണം ടിയാ ടിയാ, മോന്തായം കെട്ടണം ടിയാ ടിയാ, മണ്ണ് കിളയ്ക്കണം ടിയാ ടിയാ, മണ്ണ് കുഴയ്ക്കണം ടിയാ ടിയാ, തറ ഒരുക്കണം ടിയാ ടിയാ, ചുമര് കെട്ടണം ടിയാ ടിയാ. അപ്പോൾ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഒരു വീടുണ്ടാക്കുന്നത് തുടക്കം മുതൽ അവസാനം വരെ അല്ലേ, പക്ഷെ ക്രമത്തിലല്ല പറഞ്ഞിട്ടുള്ളത്. വീട് കെട്ടണം ടിയാ ടിയാ, പിന്നെയോ പുല്ല് വെട്ടണം, പിന്നെ തൂണ് നാട്ടണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുല്ല് വെട്ടിയിട്ട് തൂണ് നാട്ടുകയാണോ ചെയ്യുക? മണ്ണ് കിളയ്ക്കണം, മണ്ണ് കുഴയ്ക്കണം അല്ലേ, പിന്നെ തറ ഒരുക്കണം, അതിന് ശേഷം ചുമര് കെട്ടി തൂണ് നാട്ടി പിന്നെയാണല്ലേ മോന്തായം ഉണ്ടാക്കുക. പിന്നെ അതിലേക്ക് നമുക്ക് വീടുണ്ടാക്കുമ്പോൾ ചെയ്യുന്ന എന്തൊക്കെ കാര്യങ്ങൾ എഴുതാം? മേൽക്കൂര കെട്ടണം ടിയാ ടിയാ, പിന്നെയോ നിലമിടണം ടിയാ ടിയാ, പെയിൻ്റ് അടിക്കണം ടിയാ ടിയാ, അതും കൂടെ കൂട്ടിച്ചേർക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഓർഡറിലാക്കിയിട്ട് ചൊല്ലാം? പുല്ല് വെട്ടണം ടിയാ ടിയാ, പിന്നെ മണ്ണ് കിളയ്ക്കണം ടിയാ ടിയാ, മണ്ണ് കുഴയ്ക്കണം ടിയാ ടിയാ, തറ ഒരുക്കണം ടിയാ ടിയാ, പിന്നെയോ ചുമര് കെട്ടണം ടിയാ ടിയാ, തൂണ് നാട്ടണം ടിയാ ടിയാ, മേൽക്കൂര കെട്ടണം ടിയാ ടിയാ, നിലമിടണം ടിയാ ടിയാ, പെയിൻ്റ് അടിക്കണം ടിയാ ടിയാ, വീട് കെട്ടണം ടിയാ ടിയാ. വീട് കെട്ടണം ടിയാ ടിയാ എന്നുള്ളത് ആദ്യത്തിൽ വേണമെങ്കിലും പാടാട്ടോ. അടുത്തത് കേക്ക് കൊണ്ടൊരു വീട്. പാറി പറക്കുമ്പോൾ പൂങ്കിളി ആ കാഴ്ച കണ്ടു. ഭംഗിയുള്ള ഒരു വീട്, മുറ്റം നിറയെ മഞ്ചാടി മണികൾ, ചുറ്റും പാറിക്കളിക്കുന്ന മിന്നാമിന്നി ദീപങ്ങൾ, ജനാലകളും വാതിലുകളും അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ എന്താ വിശേഷം? പൂങ്കിളി ചോദിച്ചു. ഇന്ന് എൻ്റെ പിറന്നാളാ, വീട് പറഞ്ഞു. നിനക്ക് ഹൃദയം നിറഞ്ഞ പിറന്നാൾ ആശംസകൾ. താങ്ക്സ്. ആട്ടവും പാട്ടും എല്ലാം ഉണ്ട്. പൂങ്കിളിയെ, നീയും പങ്കുചേരണേ. തീർച്ചയായും. അപ്പോൾ ഇവിടെ ആരുടെ പിറന്നാളാണ്? വീടിൻ്റെ പിറന്നാളാണ് അല്ലേ. അപ്പം വീട് നല്ല അലങ്കരിച്ച് നിൽക്കുന്നത് കണ്ടിട്ട്, ഭംഗിയുള്ളൊരു വീട് കണ്ടിട്ട് പൂങ്കിളി ചോദിക്കുകയാണ്, എന്താണ് ഇവിടെ വിശേഷം എന്ന്. അപ്പോൾ വീട് പറയാണ് വീടിൻ്റെ പിറന്നാളാണ്, പൂങ്കിളിയോടും ഇങ്ങോട്ട് വരാനില്ലേ, ആട്ടവും പാട്ടവും ഒക്കെ ഉണ്ട് എന്ന് പറയാണ്. ആദ്യം തന്നെ ഉറുമ്പുകൾ ജാഥയായി വന്നു. ക്ഷണം കിട്ടി വന്ന മട്ടുണ്ട്. സ്വാഗതം സ്വാഗതം വീട് പറഞ്ഞു. ക്ഷണിച്ചത് കൊണ്ടാണല്ലോ വേഗം തന്നെ വീട് ഉറുമ്പുകളോട് സ്വാഗതം പറയുന്നതില്ലേ. ഉറുമ്പുകൾ അടിപൊളി സംഘഗാനം പാടി. അതുവഴിയും ഇതുവഴിയും അകത്ത് കയറി. ചോണനുറുമ്പ് സോഫ നൊട്ടി നുണഞ്ഞു. എന്താ സ്വാദ്! നെയ്യുറുമ്പ് മേശ സ്വന്തമാക്കി. എന്താ മധുരം! കഴിച്ചു നോക്കിയിട്ട് അവരെന്താ പറയുന്നത്? ഇത് വീടല്ല കേക്കാ, ഇത് കേക്കല്ല വീടാ, ഇത് കേക്ക് വീടാന്നല്ലേ. ആദ്യം പറയാണ് ഇത് കേക്കല്ല വീടാണ്, വീടല്ല കേക്കാണ്. അവസാനം എന്താ പറയുന്നത്? ഇത് കേക്ക് കൊണ്ടുള്ള വീടാണ്. ആദ്യം പറന്നെത്തിയ മൈന അടുക്കള കൊത്തി രുചിച്ചു. സൂപ്പർ ഭക്ഷണം, സൂപ്പർ സ്വാദ്. മയിൽ കിടപ്പുമുറിയിലേക്ക് തല നീട്ടി. മിഠായി കൊണ്ടുള്ള തലയണ വായിലാക്കി. നല്ല മിഠായി, നല്ല സ്വാദ്. എന്നിട്ട് മനോഹരമായി നൃത്തം ചെയ്തു. ഇനി ഇവിടെ താഴെ എന്താ ചോദിച്ചിട്ടുള്ളത്? കണ്ടവർക്കെല്ലാം എന്താണ് ഉണ്ടായത്? ആനന്ദമാണോ, ദുഃഖമാണോ, നിരാശയാണോ, വെറുപ്പാണോ? എന്താണ്? ആനന്ദമാണല്ലേ. ആനന്ദം എന്ന് പറഞ്ഞാൽ സന്തോഷമാണല്ലേ. പിന്നെ ആരൊക്കെയാ വന്നത്? മുന്നിലൂടെ നായ വന്നു, പിന്നിലൂടെ പൂച്ച വന്നു. പിൻഭാഗത്തു നിന്നും പൂച്ച തിന്നു തുടങ്ങി. ഹായ് പഞ്ചാര മധുരം. പിന്നെ നായ എന്താ പറയുന്നത്? ഹായ് തേൻ മധുരം. മുൻഭാഗത്ത് നിന്നും നായ തിന്നു തുടങ്ങി. ഹായ് തേൻ മധുരം. പിൻഭാഗത്ത് നിന്ന് പൂച്ചയും മുൻഭാഗത്ത് നിന്ന് നായയും തിന്നു തുടങ്ങിയപ്പോൾ ഉള്ളിൽ നിന്ന് ആരോ വിളിച്ച് പറയാണ്, എന്ത്? അകത്താളുണ്ടേ, തിന്നല്ലേ തിന്നല്ലേ. ഉറുമ്പുകൾ ബഹളം വെച്ച് പുറത്തേക്ക് ചാടി. ഉറുമ്പുകൾ അകത്തുണ്ട് അല്ലേ.
അവ പൂച്ചയെ പൊതിഞ്ഞു കടിച്ചു. കടിയുറുമ്പുകൾ നായയുടെ മുഖത്ത് കയറി. മുഖമാകെ കടിയോട് കടി. മൂക്കിലും ചിലത് കയറി. ഹായ് ചീ ഹായ് ചീ. നായ ഒറ്റ തുമ്മൽ. പൂച്ചയും നീട്ടിയൊരൊറ്റ തുമ്മൽ. മേൽക്കൂര കുലുങ്ങി. കേക്ക് വീട് ചിതറിത്തെറിച്ചു. ഇനി എന്താ മക്കളോട് ചോദിച്ചിട്ടുള്ളത്? കേക്ക് വീട്ടിൽ എന്തെല്ലാം ഉണ്ടായിരുന്നു? നമുക്ക് മുറികൾ എഴുതാം, ഉപകരണങ്ങൾ എഴുതാം. എന്തൊക്കെയാണ്? മേശ, സോഫ, വാതിൽ, അടുക്കള, കിടപ്പുമുറി, തലയണ. പിന്നെയോ എനിക്കിഷ്ടപ്പെട്ട വരികൾ. ഞാനിവിടെ എനിക്കിഷ്ടപ്പെട്ട വരികളാണ് എഴുതുന്നത്. മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് എഴുതണേ. ഇത് വീടല്ല കേക്കാ, ഇത് കേക്കല്ല വീടാ, ഇത് കേക്കു വീടാ. അടുത്തത് കുഞ്ഞു പാട്ടാണ്, അടുക്കള പാട്ടാണ് കേട്ടോ. നമുക്ക് പാടി നോക്കാം. അടുക്കി വെക്കണം അടുക്കള, ഒതുക്കി വെക്കണം അടുക്കള, അരച്ചിട്ടും പിന്നെ ചതച്ചിട്ടും വറുത്തിട്ടും പിന്നെ പൊടിച്ചിട്ടും, കലക്കിയും പിന്നെ കുറുക്കിയും തിളപ്പിച്ചും പിന്നെ തിളപ്പിച്ചാൽ പിന്നെ എന്ത് ചെയ്യണം? ആറ്റിയും പിന്നെ നമുക്ക് എന്ത് കൊടുക്കാം? കഴുകിയും പിന്നെ തുടച്ചും. അടുപ്പമുള്ളവരാകുവാൻ നമ്മൾ അടുക്കളപ്പണി ചെയ്യണം. അടുക്കി വെക്കണം അടുക്കള, നമ്മൾ ഒതുക്കി വെക്കണം അടുക്കള. അപ്പോൾ അടുക്കള എങ്ങനെ കൊണ്ട് നടക്കണം, അടുക്കളയിലുള്ള ജോലികൾ എന്തൊക്കെയാണ് എന്നൊക്കെയാണ് ഇവിടെ ചെറിയ പാട്ടായിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്തെല്ലാമാണ് അടുക്കള ജോലികൾ? ആർക്കൊക്കെ ചെയ്യാൻ പറ്റും? ടിക്കിടാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുക്കള ജോലികൾ ഇവിടെ 2 തന്നിട്ടുണ്ട്. പാത്രം കഴുകൽ, നിലം തുടയ്ക്കൽ. പിന്നെ ഞാൻ കുറച്ച് ജോലികൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മക്കൾ ഒരുപാട് ജോലികൾ നോട്ട് ബുക്കിലേക്ക് എഴുതുക കേട്ടോ. എന്നിട്ടോ അച്ഛന് കഴിയെങ്കിൽ അച്ഛൻ്റെ നേരെ അത് ടിക്കിടുക, അമ്മയ്ക്ക് കഴിയെങ്കിൽ അമ്മയ്ക്ക് ടിക്കിടുക. ഇനി മക്കൾക്കാണ് കഴിയുന്നതെങ്കിൽ മക്കൾക്ക് കഴിയുന്ന ജോലികളാണെങ്കിൽ ഓരോ ജോലിക്ക് നേരെ ടിക്കിടുക. അങ്ങനെ ആർക്കൊക്കെ ഏതൊക്കെ ജോലികൾ ചെയ്യാൻ കഴിയുമെന്ന് മക്കൾ ടിക്കിടണേ. പിന്നെ മുകളിൽ അച്ഛൻ, അമ്മ, ഞാൻ എന്നെഴുതിയതിന് നേരെ 3 ആളുകളുടെ പേരുകളും കൂടെ നിങ്ങൾക്ക് എഴുതാം. അച്ഛൻ, മുത്തശ്ശൻ ഉണ്ടെങ്കിൽ മുത്തശ്ശൻ, മുത്തശ്ശി, അതുപോലെ തന്നെ ചേട്ടൻ, ചേച്ചി, ആരാണോ വീട്ടിലുള്ളത് അവരുടെ പേരുകളും കൂടെ എഴുതുക. എന്നിട്ട് അവർക്ക് കഴിയെങ്കിൽ അതും ടിക്കിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനിയൊരു പാട്ടാണ്, പിറന്നാൾ മധുരം. തെയ്ത തിന്തക തിന്താര, തിന്തക തിന്തക തെയ്താര, വീടേ നിന്റെ പിറന്നാളിന് കൂടെയുള്ളവരാരെല്ലാം, മിഠായിപ്പൊരി കെട്ടഴിയുമ്പോൾ കൈനീട്ടുന്നവരാരെല്ലാം, വീട്ടിലുള്ളവരല്ലോ വീടിൻ കൂട്ടുകാരായി മാറുന്നു, അച്ഛനമ്മ അനിയത്തി, ചേട്ടനനിയൻ ചേട്ടത്തി, പല്ലില്ലാത്തൊരു മുത്തശ്ശി മിഠായിക്കായി കൈനീട്ടുന്നു. മക്കളെ ഇവിടെ വീടിൻ്റെ പിറന്നാൾ ആഘോഷിക്കുകയാണല്ലേ. വീട്ടിലുള്ളവരെല്ലാവരും ആരൊക്കെയുണ്ട്? അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേട്ടന്, അനിയൻ, ചേട്ടത്തി, മുത്തശ്ശി, മുത്തശ്ശൻ എല്ലാവരും ഉണ്ട് അല്ലേ. അപ്പം നിങ്ങളെ വീട്ടിൽ ആരൊക്കെയാണുള്ളത്? എൻ്റെ വീട്ടിലുള്ളവർ ചിത്രം വരയ്ക്കാം. അപ്പം വീട്ടിലുള്ളവർ ആരൊക്കെയാണെന്ന് നിങ്ങൾ ചിത്രം വരയ്ക്കുക കേട്ടോ. എത്ര പേരുണ്ടെന്ന് റഫായിട്ടൊരു ചിത്രം വരച്ചാൽ മതി. എന്നിട്ട് ഓരോരുത്തരെയും പരിചയപ്പെടുത്താം. എൻ്റെ പേര്, അപ്പം നിങ്ങളുടെ പേര് അവിടെ എഴുതുക. ഞാൻ 1-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. പിന്നെ എന്തൊക്കെ എഴുതാം? എനിക്ക് അച്ഛനും അമ്മയും ഒരു ചേട്ടനും ഒരു ചേച്ചിയും ഒരു അനിയത്തിയുമുണ്ട്. എനിക്ക് മുത്തശ്ശിയുണ്ട്. എൻ്റെ അമ്മ അധ്യാപികയാണ്. എൻ്റെ അച്ഛൻ ഡോക്ടറാണ്. ചേട്ടൻ 5-ാം ക്ലാസ്സിലും ചേച്ചി 7-ാം ക്ലാസ്സിലുമാണ് പഠിക്കുന്നത്. അനിയത്തിക്ക് 3 വയസ്സാണ്. ഇതുപോലെ മക്കൾ വീട്ടിലുള്ളവരെ പറ്റിയിട്ട് എഴുതുക കേട്ടോ. അടുത്തത് പറഞ്ഞു കളിക്കാം എഴുതാം. വീട്ടിൽ എന്തെല്ലാം ഉപകരണങ്ങളാണുള്ളത്? അപ്പോൾ ഇവിടെ കുറച്ച് അക്ഷരങ്ങൾ തന്നിട്ടുണ്ട്. ക, ച, ഡ, ത, പ. ഇത്രയുള്ള അക്ഷരങ്ങൾ വെച്ചിട്ട് ആദ്യം ഉപകരണങ്ങൾ എഴുതണം. പിന്നെയോ ഇഷ്ടമുള്ള അക്ഷരം എഴുതി അതിൽ തുടങ്ങുന്ന ഉപകരണങ്ങളുടെ പേരുകളും കൂടെ എഴുതണം. ഇവിടെ ക വെച്ചിട്ട് കട്ടിൽ, കണ്ണാടി, കസേര, കത്തി എഴുതിയിട്ടുണ്ട്. ച എന്നുള്ള അക്ഷരം തുടങ്ങുന്നത് ചാക്ക്, ചവിട്ടി, ചിരവ, ചട്ടി. ഡ TV, ടിന്ന്, ടാങ്ക്. ത തട്ട്, തവ, തൊട്ടി. പ പാത്രം, പായ, പാന്. ഇനി നമുക്ക് ഇഷ്ടമുള്ള അക്ഷരങ്ങൾ വെച്ചിട്ട് കുറച്ച് ഉപകരണങ്ങളുടെ പേരുകൾ എഴുതാം.
അടുത്തത് മക്കൾക്ക് ഇഷ്ടമുള്ളത് എഴുതാട്ടോ. ഞാനിവിടെ മാ, മെത്ത, മൊന്ത, മൺകുടം, ഫ വെച്ചിട്ട് ഫാന്, ഫ്രിഡ്ജ്, ഫ്ലാസ്ക്, വാ വെച്ചിട്ട് വാതിൽ, വട്ട്, റ വെച്ചിട്ട് റിമോട്ട്, റമ്മ്, അങ്ങനെ ഇനി മക്കൾക്ക് ഇഷ്ടമുള്ള അക്ഷരങ്ങൾ വെച്ചിട്ട് വീട്ടുപകരണങ്ങളുടെ പേരുകൾ എഴുതാട്ടോ. അടുത്തതൊരു കുഞ്ഞു പാട്ടാണ്. ആയിട്ടായി മിഠായി തിന്നുമ്പോഴെന്തിഷ്ടായി തിന്നു കഴിഞ്ഞാൽ കഷ്ടായി. അപ്പോൾ മക്കളെ, ഈ ഒരു പാഠഭാഗത്ത് ഇത്രയും പ്രവർത്തനങ്ങളാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇതാ ഇവിടെ മിക്സി ഉണ്ട്, കുക്കറുണ്ട്, ഇസ്തിരിപ്പെട്ടി, ചിരവ, അതൊക്കെ വരുന്ന അക്ഷരങ്ങളൊക്കെ എഴുതാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ.